എന്താ അപ്പച്ചാ എല്ലാരും പോയല്ലോ, പോകുന്നില്ലേ? എങ്ങോട്ട് പോകാനാ? എന്തു പറ്റി? മകനും മരുമകളും കൂടെ എന്നെ ഇറക്കി വിട്ടിരിക്കും. ഇനി അങ്ങോട്ട് ചെല്ലരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരപ്പോഴത്തെ ദേഷ്യത്തിന് വല്ലതും പറഞ്ഞതായിരിക്കുമെന്നേ. സാരമില്ല, ഞങ്ങൾക്കും വീട്ടിലൊക്കെ പോകേണ്ടതല്ലേ. ശരി മോനെ, ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിലെങ്ങാനും പോയി കിടന്നോളാം. അതെങ്ങനെ ശരിയാവുന്നത്? ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഓക്കെ, താങ്ക് യു. എങ്ങോട്ടാ മോനെ? വാ അച്ചായം, വാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. വേണ്ട മോനെ, ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുകയല്ലേ? ഇല്ല, അച്ചായനെ പൊന്നുപോലെ നോക്കുന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകാം. ആ കവറിങ് അന്നേരം. വാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പറ. അച്ഛാ, ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. മോടെ പേരെന്നാ? റിറ്റ. മോന്റെയോ? റിറ്റോ. എത്രല്ലാ പഠിക്കുന്നേ? +2, 7. എവിടെയാ ജോലി? ദുബായിലാ. നീയോടി? ഞാൻ എഞ്ചിനീയർ ആണ്. ഇടയ്ക്ക് പുള്ളിക്കാരനെ സൈറ്റിൽ പോയി സഹായിക്കും. നിങ്ങൾ എവിടുന്നാ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിലെവിടാ? തുരുത്തി. വീട്ടുപേരോ? മണ്ണാത്തിപ്പാറയിൽ നിന്ന് പറയും. മണ്ണാത്തിപ്പാറയിലോ? ജെയിംസേ, ഇത് കൊണ്ട് അസിസ്റ്റന്റ് കൊടുക്കണേ. ശരി അച്ഛാ. കാപ്പി കുടിക്കേ. പിള്ളേർ ചായയും കാപ്പിയൊന്നും കുടിക്കത്തില്ല. അച്ഛാ, ഇതൊരു 2 lakhs ചെക്കാണ്. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തതല്ലേ, ഞാനെന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അയ്യോ അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ജെയിംസേ, ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്റെ അപ്പച്ച, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. എന്റെ അപ്പച്ച, ഞങ്ങളോട് ക്ഷമിക്കണം അപ്പച്ച. അപ്പാ പൊറുക്കുക സമസ്താപരാധവും ക്ഷമിച്ചിടുക പാപാന്ധകാര